കാഞ്ഞങ്ങാട് ജില്ലാ തീരുമാനം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നവംബർ 4 കാഞ്ഞങ്ങാട് വിപുലമായ സംഘാടക സമിതി രൂപീകരിക്കുന്നു. 10-11 വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സബ് കമ്മിറ്റികൾക്കും അതിന് രൂപം നൽകും. കേന്ദ്ര സംഘാടക സമിതിയുടെയും വിവിധ സബ് കമ്മിറ്റികളുടെയും യോഗങ്ങൾ നിരവധി തവണ ചെയ്യുകയും വിവിധ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സമ്മേളന വിജയത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്തു വരികയാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റി തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള വിവിധ സെമിനാറുകൾ മറ്റ് പരിപാടികൾ സബ് കമ്മിറ്റികൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട് അവർ അതിന് രൂപം നൽകി കഴിഞ്ഞു. വരുന്ന ലോക്കൽ സമ്മേളനം ഒക്ടോബർ മാസം 30 തന്നെ പൂർത്തീകരിക്കാൻ പറ്റും. 12 ഏരിയ സമ്മേളനം പാർട്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ച തീയതിക്ക് തന്നെ ഡിസംബർ 1-2 കൂടി നമ്മുടെ ജില്ലക്കകത്ത് വളരെ വിജയപൂർവ്വം സംഘടിപ്പിക്കുന്നതിനോട് സാധിക്കും. നിങ്ങളെല്ലാം ദൃക്സാക്ഷികളായിട്ടുള്ളവരാണ്. രാജ്യ സമ്മേളനം തൊട്ട് ഏരിയ സമ്മേളനങ്ങൾ വരെ വലിയ പൊതുജന പങ്കാളിത്തത്തോടുകൂടി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും വിവിധങ്ങളായ പരിപാടികളും ഓരോ സമ്മേളനം അവസാനിക്കുന്ന ദിവസം ലോക്കൽ സമ്മേളനങ്ങൾ മുതൽ വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും വ്യാപകമായി നടന്നു. ഏരിയ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് തന്നെ വിവിധ അനുബന്ധ പരിപാടികൾ ജില്ലക്കകത്ത് നടന്നു. ഓരോ ഏരിയ സമ്മേളനങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് നമ്മുടെ ജില്ലക്കകത്ത് പൂർത്തീകരിച്ചത്. നിങ്ങളൊക്കെ പല രീതിയിലും എഴുതുന്നത് പോലെ മറ്റ് ജില്ലകളുമായി ബന്ധപ്പെട്ട് എഴുതുന്നത് പോലെ യാതൊരു വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അനാവശ്യമായ ചർച്ചകളോ ഈ സമ്മേളനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യം. അതിൻ്റെ ചർച്ച എന്ന് പറയുന്നത് വ്യക്തിപരമായ പരാമർശങ്ങളുടെ ചർച്ചയല്ല ഇപ്പോൾ. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിമർശനവും സ്വയം വിമർശനവും അനിവാര്യമാണ്. ആ വിമർശനത്തിൻ്റെയും സ്വയം വിമർശനത്തിൻ്റെയും സൈദ്ധാന്തികമായ അടിത്തറ രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള വിഷയം ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുള്ള എല്ലാ സമ്മേളനങ്ങളും 100% തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് മാത്രമല്ല അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത സമയത്തിനുള്ളിൽ സാർവദേശീയ, ദേശീയ, സംസ്ഥാന, പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ 3 വർഷക്കാലം 23ാമത് പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള 3 വർഷക്കാലം നമ്മുടെ ജില്ലയിലെ പാർട്ടിയുടെ വർഗ പ്രസ്ഥാനങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി ചർച്ചയ്ക്ക് വിധേയമാക്കി. പൊതുവെ ഈ സമ്മേളനങ്ങളെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളൂ. നമ്മുടെ ജില്ലയിലെ CPI വർഗ പൊതുജന പ്രസ്ഥാനം വലിയ പൊതുജന പ്രാതിനിധ്യത്തോടു കൂടി വിപുലമായ മേഖലകളിലേക്ക് പൊതുജനങ്ങളായിട്ടുള്ള വിവിധ മേഖലകളിലേക്ക് കടന്നുചെല്ലാൻ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഈ ജില്ലക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്.
എന്നതാണ് ഞങ്ങൾ പൊതുവായിട്ടുള്ളത്. വിവിധ പാർട്ടികളിൽ നിന്ന് ഈ കഴിഞ്ഞ 3 വർഷക്കാലത്തിന് ഈ പാർട്ടിയിലേക്ക് ആളുകൾ വന്നു. അത് ചെറുതും വലുതുമായ പാർട്ടികളിൽ അവരുടെ പ്രാദേശിക നേതാക്കളടക്കം ഈ 3 വർഷക്കാലത്തിനുള്ളിൽ കാസർഗോഡ് ജില്ലകൾ CPM-ലേക്ക് വന്നു. അതിലെടുത്തു പറയേണ്ട വ്യക്തിത്വങ്ങളാണ് കോൺഗ്രസിന്റെ പ്രാമാണികരായ നേതാക്കളാണ്. അഡ്വക്കേറ്റ് CK സുധീരൻ അടക്കമുള്ള CPM-ന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത പാർട്ടികളിൽ നിന്നും ഈ പാർട്ടിയിലേക്ക് ആ പാർട്ടിയിൽ പ്രവർത്തിച്ച് ആ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ അങ്ങേയറ്റം വിഷമം തോന്നി ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ പാർട്ടിയുടെ നയമല്ല ശരി, CPM എടുക്കുന്ന നയമാണ് ശരി എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം ഈ പാർട്ടിയിലേക്ക് വന്നത്. ചുരുക്കം പൊതുസമ്മേളനം നടത്താൻ വേണ്ടി പാടില്ല. സ്വാഭാവികമായും നാളെ മുതൽ ഇതിൻ്റെ അനുബന്ധ സമ്മേളനങ്ങൾ, സെമിനാറുകൾ ഈ ജില്ലകൾക്കായിരിക്കും. നിങ്ങൾക്കതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു. 14-ാം തീയതി 2 സെമിനാറാണ് ഈ ജില്ലകൾക്ക് പ്ലാൻ ചെയ്തത്. വിശദാംശങ്ങൾ ഞാൻ വായിക്കുന്നില്ല. ഓരോ തീയതി സെമിനാറിൻ്റെ പേര്, ആ സെമിനാറിൽ പങ്കെടുക്കുന്ന നേതാക്കളുടെ പേര്, ഇതെല്ലാം വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നതുകൊണ്ട് ഞാൻ ഓരോന്നും എടുത്ത് വായിച്ച് പറയണമെന്ന് ഉദ്ദേശിക്കുന്നു. നാളെ നടക്കുന്നത് 2 സെമിനാറാണ്. ഒന്ന് നീലേശ്വരം ആരാധന ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. വിജ്ഞാന സമ്പദ്ഘടനയും കേരളവും എന്നതാണ് വിഷയം. പ്രൊഫസർ C വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥാണ് പ്രധാന പ്രഭാഷകൻ എന്നുള്ള നിലയിൽ ആ സെമിനാറിൽ പങ്കെടുക്കുന്നത്. നാളെ തന്നെ ചുള്ളിക്കര വെച്ച് കനത്തടി ഏരിയക്കാർക്കാണ് ചുള്ളിക്കര വെച്ച് 3 മണിക്ക് വേറെ സെമിനാർ നടക്കുകയാണ്. ചരിത്രത്തിലെ തിരുത്തുകൾ, വിശദാംശങ്ങളൊന്നും കൂടെ പറയേണ്ട കാര്യമില്ല. അതിൽ ദിനേശൻ പുസ്തകത്തിൽ ഉദ്ഘാടനം ചെയ്ത് അതിനകത്ത് പങ്കെടുത്ത ഡോക്ടർ ബാലവികാസ് അവരുടെ അങ്ങനെ 14 കഴിഞ്ഞാൽ പിന്നെ 20, 21, 22, 23 അങ്ങനെ തുടർച്ചയായി വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ വിഷയങ്ങളെല്ലാം തിരഞ്ഞെടുക്കുന്നത് കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് നമ്മൾ കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ, ആഗോള രാഷ്ട്രീയത്തിൽ നാം ഉയർത്തേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉള്ള വിഷയങ്ങൾ, അത് വിവിധ മേഖലകളെ പുരസ്കരിച്ചുകൊണ്ടുള്ള വിഷയങ്ങളാണ്. അതതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെമിനാറുകളെല്ലാം സംഘടിപ്പിക്കുന്നത്. ഈ സെമിനാറുകളെല്ലാം ഈ ജില്ലക്കകത്ത് 12 ഏരിയ കമ്മിറ്റികളുണ്ട്. 12 ഏരിയകളിൽ വെച്ചാണ് വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സെമിനാറുകൾ നാളെ മുതൽ ആരംഭിക്കും. ഈ മാസം 30 വരെ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു. ആ സെമിനാറുകൾ നിശ്ചയിച്ച തീയതിക്കകം അതാത് ഏരിയക്കകത്താണ്, ഏരിയയുടെ പ്രാതിനിധ്യം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സെമിനാറുകൾ സംഘടിപ്പിക്കാൻ. എന്നാൽ കാഞ്ഞങ്ങാടാണ് സമ്മേളനം നടക്കുന്നത് എന്നതിൽ കാഞ്ഞങ്ങാട് വിവിധ വിഭാഗങ്ങൾ, യുവജന വിഭാഗം, അവരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെമിനാർ, വിദ്യാർത്ഥികളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെമിനാർ, നമ്മുടെ ജില്ലയിലെ സ്ത്രീകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പങ്കെടുക്കാൻ വേണ്ടി പാടില്ല എന്നല്ല അർത്ഥം. ഇതിലെ മുഖ്യ പ്രാതിനിധ്യം സ്ത്രീകൾ, മറ്റൊരു ദിവസം യുവജനങ്ങൾ, വേറെ ദിവസം വിദ്യാർത്ഥികൾ. ഇവർക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഇവരിന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി സമൂഹം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് കാലികമായ വിഷയമാണ് നമ്മൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ യുവജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട്